രാജീവ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തന്ത്രിയെ തിരിച്ചിറക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന്. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും തന്ത്രി കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ജനറൽ ആശുപത്രി ഉടൻ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മാധ്യമങ്ങളുടെ വലിയ തിരക്ക് നമുക്ക് അവിടെ ആശുപത്രിയിൽ കാണാം. കാരണം അതിനിർണായകമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അപ്രതീക്ഷിതമായി നമ്മൾ നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ പല സൂചനകളും ലഭിച്ചിരുന്നു. SIT കൃത്യമായ അന്വേഷണം നടത്തുന്നത് നമുക്കറിയാമായിരുന്നു. പക്ഷേ അറസ്റ്റ് ഇന്ന് അപ്രതീക്ഷിതമായിരുന്നു എന്നതാണ്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനിയിപ്പോൾ റോഷിപാൽ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ്. വിജിലൻസ് കോടതിയിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ തിരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്യുമോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ അന്വേഷണ സംഘം നേരെ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏതായാലും നേരെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ഇപ്പോൾ തന്ത്രി രാജീവ് കണ്ഠരയെ വഹിച്ച അന്വേഷണ സംഘത്തിന്റെ വാഹനമാണ് ഇപ്പോൾ വൈദ്യപരിശോധന കഴിഞ്ഞ് ജനറൽ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത്. നേരെ വാഹനം ഇപ്പോൾ പോയിരിക്കുന്നത് ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ്. അവിടേക്ക് ഈ വാഹനം തിരിച്ചു പോയിരിക്കുന്നു. ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോയി അതിനുശേഷമായിരിക്കും പിന്നീട് നേരെ കൊല്ലത്തേക്ക് പോവുക എന്ന സൂചന. ഒരുപക്ഷെ കഴക്കൂട്ടം വഴി പ്രധാന പാതയിലൂടെ പോകാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. ശരി, നമുക്ക് നോക്കാം എങ്ങോട്ടാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് അതോ വീണ്ടും അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച ശേഷമാണോ കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയണം. റോഷിപാലും ഹരിമോഹനും തുടരുന്നുണ്ട്. വിശദാംശങ്ങളും ഏതായാലും ജനറൽ ആശുപത്രി വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ അവിടെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചതും തിരിച്ചു പോകുമ്പോഴും അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പത്മകുമാറിന്റെ ഒക്കെ മൊഴികൾ തന്ത്രിക്കെതിരാണ്. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്ന അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്ന കാര്യവും. താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റോഷിപാലും ഹരിമോഹനും തുടരുന്നുണ്ട്. റോഷി, നിർണായകമായ ഒരു അറസ്റ്റിന് പിന്നാലെ ഇനി SITയുടെ നീക്കം എന്തെന്നതും ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ ഈ പ്രതികളെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിനിത, അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ തട്ടിപ്പിന്റെ പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും ശബരിമല സന്നിധാനത്ത് നൽകിയതിൽ പ്രധാനി തന്ത്രിയായ രാജീവ് കണ്ഠരാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. കാരണം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ ഈ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഈ വാതിൽപ്പാളിയാകട്ടെ കട്ടിലപ്പാളിയാകട്ടെ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് ദൈവഹിതം വേണം. അതൊക്കെ നൽകേണ്ടത് ഈ തന്ത്രി രാജീവ് കണ്ഠരാണ്, അല്ലെങ്കിൽ തന്ത്രിമാരാണ്. അങ്ങനെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി ആദ്യം ഈ കട്ടിലപ്പാളി അത് അറ്റകുറ്റപ്പണിക്കായി നിർദ്ദേശം നൽകുന്നു. അത് ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗീകരിക്കുന്നു. ഈ ഒരു നിർദ്ദേശം, ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ഈ കട്ടിലപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി രേഖകളിൽ മാറ്റുന്നു. അങ്ങനെ ഒരു വലിയ ഗൂഢാലോചന അത് തന്ത്രിയിൽ തുടങ്ങി അത് മന്ത്രിയിലെത്തിയിട്ടുണ്ടോ എന്നതാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ ഇനിയും തന്ത്രിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷയിലും ഒപ്പം റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ കാര്യങ്ങൾ മണി പോലെ എഴുതുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ തന്ത്രി രാജീവ് കണ്ഠരയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ബോധ്യപ്പെടുത്തണം. അത് പൊതുസമൂഹത്തിനെ പോലും ബോധ്യപ്പെടുത്തണം. കാരണം ശബരിമല അയ്യപ്പൻ കഴിഞ്ഞാൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്ന് തന്ത്രിയായിരിക്കും. അങ്ങനെ താഴ്മൺ കുടുംബത്തിലെ പ്രധാനിയായ രാജീവ് കണ്ഠർ ഈ വലിയ തട്ടിപ്പിന്റെ ഭാഗമാകുന്നു എന്നത് വിശ്വാസികൾക്ക് ഒരു ഞെട്ടലാണ്,
കേരള ജനതയ്ക്ക് ഒരു ഞെട്ടലാണ്. കാരണം ശബരിമല അയ്യപ്പന്റെ തൊട്ടരികിലെത്തി ഈ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരു വ്യക്തി എങ്ങനെ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ വിശ്വാസികൾ ഉയർത്തുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിയിലെത്തും. ഏതായാലും ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം പോലെ ഈ തട്ടിപ്പിൽ തന്ത്രി മാത്രമല്ല മന്ത്രിയുമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്നത്തെ ദേവസ്വം മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. അന്വേഷണം എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എത്തണം. കാരണം പ്രധാനിയാണ് കടകംപള്ളി, MLA ആണ്, അതിനപ്പുറത്തേക്ക് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പൂർണ്ണമായും തെളിവ് ലഭിക്കാതെ അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ പോലും പ്രതിയാക്കുന്നതിനെക്കുറിച്ച് ആലോചന പോലും ഉണ്ടാകില്ല. പക്ഷേ ഒരു വട്ടം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതാണ് വീണ്ടും വീണ്ടും പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നത്. നിയമസഭാ സമ്മേളനം വരികയാണ്. ആ സഭാ സമ്മേളനം കലുഷിതമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷം നടത്തിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കാരണം അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തവരാണ് എന്ന ആരോപണം ഉയർത്തി അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പൊതുയിടത്തിൽ പ്രതിപക്ഷം ഉയർത്തി. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും പ്രധാനമായിരിക്കും. സൂക്ഷ്മതയോടെയുള്ള പരിശോധനയുണ്ടാകും.